തണുപ്പ് കാലത്തിന് പേരുകേട്ട യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ കത്തിയിരിക്കുകയാണ്. യൂറോപ്പ് ഇപ്പോൾ കടന്നു പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ്. ജൂൺ മാസത്തിന്റെ അവസാന വാരത്തിലെ കണക്കുകൾ നോക്കിയാൽ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചൂട് കൂടിയ ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. പലയിടങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസും കടന്ന് 43 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി നിൽക്കുന്നു. ചൂട് കാരണമുള്ള മരണങ്ങളും ഇവിടങ്ങളിൽ വർദ്ധിക്കുകയാണ്. ഫ്രാൻസിൽ ഉഷ്ണതരംഗം കാരണം മരിച്ചവരുടെ മൃതദേഹങ്ങളാൽ ശ്മശാനങ്ങൾ നിറഞ്ഞു കവിഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കേവലം ചൂട് കൂടുന്നു എന്നതിനപ്പുറം ഇത് മനുഷ്യജീവനുകളെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു ദുരന്തമായി മാറിക്കഴിഞ്ഞു. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ മാത്രം ഒരൊറ്റ ദിവസം കൊണ്ട് 109 പേരാണ് ഉഷ്ണതരംഗം മൂലം മരിച്ചത്. അവിടുത്തെ ആശുപത്രികളും മോർച്ചറികളും എന്തിനധികം ശ്മശാനങ്ങൾ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടിയന്തര മെഡിക്കൽ സഹായം ആവശ്യപ്പെട്ടുള്ള കോളുകളിൽ 80% വർധനവാണ് ഉണ്ടായത്. ചൂട് താങ്ങാനാകാതെ ആളുകൾ കുളങ്ങളിലും നദികളിലും ഇറങ്ങി തണുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഫ്രാൻസിൽ മാത്രം 70-ലധികം പേർ മുങ്ങി മരിക്കുകയും ചെയ്തു. ഫ്രാൻസിൽ മാത്രമല്ല, സ്പെയിൻ, ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ജൂൺ മാസത്തിലെ സർവ്വകാല റെക്കോർഡുകളും തകർക്കപ്പെട്ടിരിക്കുകയാണ്. UK പോലും ജൂണിൽ രേഖപ്പെടുത്തിയത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ചൂടാണ്. ജർമ്മനിയിൽ ചൂട് കാരണം റെയിൽവേ ട്രാക്കുകൾക്കും മറ്റും തകരാർ സംഭവിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ അടിയന്തരമല്ലാത്ത ട്രെയിൻ യാത്രകൾ ഒഴിവാക്കാൻ വരെ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഉഷ്ണതരംഗം ശാസ്ത്രലോകത്തെ ഇത്രയധികം ഭയപ്പെടുത്തുന്നത്? അതിന് പ്രധാനമായി 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഇതിൻ്റെ സമയക്രമമാണ്. സാധാരണയായി യൂറോപ്പിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്നത് ജൂലൈ പകുതിയോടെയോ ഓഗസ്റ്റിലോ ആണ്. എന്നാൽ ഇത്തവണ വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ, അതായത് ജൂൺ മാസത്തിൽ തന്നെ ഈ അവസ്ഥയുണ്ടായി. 1950 ശേഷവും ഇത്രയും നേരത്തെ ഒരു കടുത്ത ഉഷ്ണതരംഗം യൂറോപ്പിലുണ്ടാകുന്നത് ഇതാദ്യമായാണ്. രണ്ടാമത്തേത് ഇതിൻ്റെ തീവ്രതയാണ്. വെറും വരണ്ട ചൂടല്ല അവിടെ അനുഭവപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ഉയർന്ന ഈർപ്പവും ചൂടും ഒരുമിച്ച് വരുമ്പോൾ അത് മനുഷ്യ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാകും, പ്രത്യേകിച്ച് കുട്ടികൾക്കും പ്രായമായവർക്കും. ഫ്രാൻസിൽ രാത്രിയിലെ താപനില പോലും 21 ഡിഗ്രിക്ക് മുകളിലായിരുന്നു. സ്പെയിനിൽ ചിലയിടങ്ങളിൽ തുടർച്ചയായ 3 രാത്രികളിൽ താപനില 30 ഡിഗ്രി താഴേക്ക് പോയിട്ടില്ല. നദികളിലെ വെള്ളം ചൂടായത് കാരണം ആണവ നിലയങ്ങൾ തണുപ്പിക്കാൻ പോലും വെള്ളമെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്താണ് ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം? പ്രാദേശികമായി നോക്കിയാൽ അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്ന ഹൈ പ്രഷർ സിസ്റ്റം അഥവാ ഉയർന്ന അന്തരീക്ഷ മർദ്ദമാണ് ഇതിന് കാരണം. ഇതൊരു അടപ്പ് പോലെ പ്രവർത്തിച്ച് ചൂടിനെ ഭൂമിക്ക് മുകളിലേക്ക് അമർത്തി വെക്കുകയും മേഘങ്ങളെ മാറ്റി കൂടുതൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കാൻ ഇടയാക്കുകയും ചെയ്യും. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിലെ യഥാർത്ഥ വില്ലൻ മറ്റാരുമല്ല, കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. കൽക്കരിയും പെട്രോളിയം പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ അമിതമായി കത്തിക്കുന്നത് വഴി അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന ഹരിതഗൃഹവാതകങ്ങൾ ഭൂമിയെ ഒരു ചൂളയാക്കി മാറ്റുകയാണ്. ശാസ്ത്രജ്ഞരുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് മനുഷ്യൻ വരുത്തിവെച്ച ഈ കാലാവസ്ഥാ വ്യതിയാനം ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം കടുത്ത ഉഷ്ണതരംഗങ്ങൾ 50 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ട ഒന്നായിരുന്നു. എന്നാൽ ഇന്നത് 5 വർഷത്തിൽ ഒരിക്കൽ എന്ന രീതിയിലേക്ക് മാറി. കണക്കുകൾ നോക്കിയാൽ 1950 മുതൽ 1999 വരെയുള്ള 50 വർഷത്തിനിടയിൽ യൂറോപ്പിലുണ്ടായത് വെറും 5 കടുത്ത ഉഷ്ണതരംഗങ്ങളാണ്. എന്നാൽ 2000 ആണ്ടിന് ശേഷം കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ 20-ലധികം കടുത്ത ഉഷ്ണതരംഗങ്ങളാണ് യൂറോപ്പ് അനുഭവിച്ചത്. ഇതോടൊപ്പം ആഗോളതലത്തിൽ എൽ നിനോ പ്രതിഭാസം ശക്തമാകുന്നതും സമുദ്രോപരിതലത്തിലെ താപനില റെക്കോർഡ് വേഗത്തിൽ ഉയരുന്നതുമെല്ലാം വരും മാസങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങളിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ട്. യൂറോപ്പിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങളും വാർത്തകളും ഒരു മുന്നറിയിപ്പാണ്. കാലാവസ്ഥാ വ്യതിയാനം എന്നത് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു പ്രശ്നമല്ല, നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതിനെതിരെ ആഗോളതലത്തിൽ അടിയന്തര നടപടികളുണ്ടായില്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഇതിലും വലിയ ദുരന്തങ്ങൾക്കാകും ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരിക.